ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ പൊന്മുടി ഡാമിൻ്റെ ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതായത് ഞങ്ങളുടെ ഇടുക്കിക്കാരുടെ സ്വന്തം പൊന്മുടി. ഒരുപാട് പേര് നമ്മൾ പൊന്മുടി എന്ന് പറയുമ്പോൾ ചോദിക്കാറുണ്ട്, തിരുവനന്തപുരത്ത് ഒരു പൊന്മുടിയുണ്ട്, അതാണോന്ന്. പക്ഷെ അതല്ല കേട്ടോ, ഞങ്ങളുടെ സ്വന്തം പൊന്മുടി ഡാമിലാണ് കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കെന്ന് പറയാനായിട്ട് പൊന്മുടി ഏരിയയിലുള്ള പാർക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനും ഇടയ്ക്ക് ഒരു എൻജോയ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് വരുന്ന ഒരു പാർക്കാണ് കേട്ടോ ഇത്. അപ്പം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയാണ് ഇവിടെ. ഇപ്പോൾ നേരത്തെ ഫസ്റ്റ് ടൈമിലൊക്കെ തുടങ്ങിയ സമയത്ത് ബോട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് ബോട്ടിംഗ് ഉണ്ട്, ക്യാമൽ റൈഡ് ഉണ്ട്, ഹോഴ്സ് റൈഡ് ഉണ്ട്, ജീപ്പ് സവാരി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം കാണാൻ ഒരുപാട് ഉള്ള ഒരു ഏരിയയാണ്. എറണാകുളത്തു നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഒരു ദിവസത്തെ വൺ ഡേ ട്രിപ്പ് ഫുള്ള് കാണാനുള്ള ഒരുപാട് ഏരിയകളുണ്ട്. മൂന്നാർ, അതായത് ഇവിടെ നമ്മളെ ഈ പൊന്മുടി അടുത്ത് നാടുകാണിപ്പാറ എന്ന് പറയുന്ന സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുള്ളതുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ പോയാൽ മൂന്നാർ കാണാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. പിന്നെ കള്ളിമാലി വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നഷ്ടമില്ല. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ തന്നെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മളിപ്പം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇടുക്കി രാജക്കാടാണ് വീടെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുമായിരുന്നു, നിങ്ങളുടെ വീട് പട്ടിക്കാടാണോ എന്ന്. പക്ഷേ അന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു സങ്കടമില്ലാത്ത കാര്യമാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ ആൾക്കാരോട് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ രാജക്കാട് പൊന്മുടി ആ ഏരിയയിലോട്ടുള്ള ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ഏരിയകളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാഴ്ചകളും കാണാനുണ്ട്. നമുക്ക് എന്താ പറയുക, നല്ല റിലീഫ് കിട്ടുന്ന ഏരിയ ആണ് കേട്ടോ ഇവിടെ. വന്ന് കുറച്ച് നേരം നമുക്ക് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക, മനസ്സിന് ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം എല്ലാവരും നിങ്ങൾ ഒന്ന് വരണം. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ദിവസം വൺ ഡേ ട്രിപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് വന്ന് എൻജോയ്മെൻറ്റ് ചെയ്ത് പോകാൻ പറ്റിയ ഏരിയകൾ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴത്തേ നമ്മുടെ പ്രോജക്റ്റ് രാജക്കാട് പൊന്മുടി ഇതിൻ്റെ ഏരിയയിലാണ് കേട്ടോ, നമ്മുടെ ടൂറിസ്റ്റ് ഏരിയയിലാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് സൺഡേ ഹോളിഡേ ആയത് കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ചെന്ന സമയത്ത് നല്ല തിരക്കുകളുണ്ട്. പിന്നെ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ഈ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. മൂന്നാർ, അതുപോലെ തന്നെ പൊന്മുടി, കള്ളിമല, എല്ലാ സ്ഥലങ്ങളും നല്ല തിരക്കുകളായിരിക്കും. നമ്മളെപ്പോൾ പോയാലും എപ്പോൾ പോകുന്ന സമയത്താണെങ്കിലും നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പം നമ്മൾ പൊന്മുടി ചെന്ന സമയത്തും നല്ല തിരക്കാണ്. അപ്പം നമ്മുടെ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമുള്ളൂ, 1-2 കിലോമീറ്റർ ദൂരമുള്ളൂ ആ പാർക്കിലേക്ക് പോകാൻ. അപ്പോൾ സാധാരണ നമുക്ക് അടുത്തെന്ന് പറയാനായിട്ട് ഈ ഒരു പാർക്കേ ഉള്ളൂ. അപ്പം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ പിള്ളേരെയും കൊണ്ടൊക്കെ ഒന്ന് പോയി അവർക്കൊരു എൻജോയ്മെൻ്റ് ഒക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോവായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൽ ഒക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇതൊക്കെ ടൂറിസ്റ്റ് KSRTC ബസ്സിനൊക്കെയാണ് എല്ലാവരും വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും KSRTC ബസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ജ്യൂസ് റെഡി ആകുന്ന സമയത്തിന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ എടുത്തുകൊണ്ടിരുന്ന നല്ല ജീപ്പ് സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ജീപ്പ് സവാരിക്ക് പോയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നല്ല തിരക്കായി തുടങ്ങി. അപ്പോൾ അവരെല്ലാം സഫാരിക്ക് പോയിട്ട് വരുന്ന ആൾക്കാരും പോയിട്ട് വരുന്ന ജീപ്പുകളാണൊക്കെയാണ് അത് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് റിട്ടേൺ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ പൊന്മുടി ഡാമിൻ്റെ ആ വ്യൂ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇപ്പോൾ വെള്ളം കുറച്ചേ ഉള്ളൂ, ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ വേനൽ ചൂടൊക്കെ ഉള്ള സമയമായത് കാരണം വെള്ളം കുറച്ച് വറ്റി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഡാമിൻ്റെ ഏരിയകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഡാമിനോട് ചേർന്ന് നിൽക്കുന്ന ഫോറസ്റ്റിൻ്റെ ഏരിയകളാണ് അതെല്ലാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ഷോപ്പിൻ്റെയും ഒക്കെ ഒരു വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ ഒരു അതിഥി അതിലൂടെ വരുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ അവിടെ ഒട്ടകം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇടുക്കിയിൽ ആദ്യം വരുന്നത് രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒട്ടകം ഉണ്ടായിരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ടൈമിൽ ഇപ്പോൾ പൊന്മുടി ഡാമിൽ ഒട്ടകം എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ അവിടെ നമ്മൾ
ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 രൂപ വെച്ച് പാസ് ഉണ്ട്. അങ്ങനെ എടുക്കണം, എന്നാലും നമുക്ക് അകത്ത് കയറി പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ബോട്ടിങ്ങിനും പാസ്സുണ്ട്. അതുപോലെ തന്നെ ക്യാമൽ റൈഡിനും അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിനും എല്ലാം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി റിച്ചുകുട്ടൻ്റെ ഊഞ്ഞാലൊക്കെ ആടും. അവൻ്റെ സന്തോഷം കണ്ടോ. അതുപോലെ തന്നെ ഞാനും ജസ്റ്റ് ഒന്ന് ഊഞ്ഞാലയിലേക്ക് ഒന്ന് കയറി ആടി. പണ്ടത്തെ ഒരു ഓർമ്മകളൊക്കെ പുതുക്കുക. പണ്ട് നമ്മൾ ഓണത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഊഞ്ഞാലൊക്കെ കെട്ടി എല്ലാവരും വന്ന് ഊഞ്ഞാലാടുന്ന ആ ഒരു ഓർമ്മയൊക്കെ ഒന്നും കൂടെ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറി. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് ബോട്ട് പോലൊരു സംഭവമുണ്ട്, അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് അവന് കറക്കാൻ അറിയത്തില്ലാത്ത കാരണം അവൻ അതിൻ്റെ അകത്ത് കയറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത് അല്ലാതെ ഉള്ള ചെറിയ ചെറിയ ഇതിൽ റൈഡിലൊക്കെ അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി. നമ്മൾ ഇപ്പോൾ അതിൻ്റെ അകത്ത് കയറാൻ അവൻ ഭയങ്കര പേടിയാവും. കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും ചേട്ടായി അവനെ നിർബന്ധിച്ച് കയറ്റി വിടുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതിൽ വരാൻ പറഞ്ഞപ്പോൾ അവൻ ജസ്റ്റ് അവിടെ സ്ലിപ്പായിട്ട് വീണേ. അപ്പോൾ ഞാനാണ് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ അകത്തൂടെ ആദ്യമായിട്ടല്ലേ കയറുന്നത്, അപ്പോൾ ഇങ്ങനൊന്നും കയറിയിട്ടില്ലല്ലോ. അപ്പോൾ പേടിയുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ വരും എന്നുള്ള രീതിയിൽ നിൽക്കും. അതിപ്പോൾ തന്നെ വരും കേട്ടോ. അപ്പോൾ അതെ എന്താ അവിടെ കാണുന്നില്ലല്ലോ, ഇതിൽ പോയി പോലും അവിടെ നിന്ന് വന്ന് ആദ്യം വന്നു കേട്ടോ. അവൻ്റെ ഒരു സന്തോഷം കണ്ടോ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. ഓരോ പിള്ളേർ ഇത് കണ്ടോ, ഒരു ചെറുക്കൻ കൊച്ച് അതിൻ്റെ അകത്ത് നിന്നിട്ട് ആ ബോട്ടിൻ്റെ അകത്ത് കയറുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് കയറ്റാൻ പറ്റിയില്ല. അതെന്ന് വെച്ചാൽ പിള്ളേർക്ക് മാത്രമല്ലേ കയറാൻ പറ്റുള്ളൂ. അപ്പം കൂടെ അവൻ തന്നെ അത് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തും അങ്ങനെ തന്നെ അവൻ കയറാൻ പേടിയായിരുന്നു. പക്ഷേ കയറിയിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ കയറി. അങ്ങനെ നമ്മൾ അതിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ വീണ്ടും അപ്പോഴത്തേക്ക് കുതിരയുടെ പുറത്ത് കയറണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൽ വന്ന് കയറിട്ടോ. അതിൽ കയറാനായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിലൊന്ന് കയറ്റിയിട്ട് ആടിയപ്പം പുള്ളിക്കാരന് ഭയങ്കര ഹാപ്പി ആയിട്ട് അതിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം. അതിന് ശേഷം നമ്മൾ വീണ്ടും അതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ആ ബോട്ട് കണ്ടപ്പം ബോട്ടിൽ വലിയ പിള്ളേരാണ്. അത് അവർക്ക് കറക്കാൻ അറിയാവുന്നതുകൊണ്ട് അവർ അതിൽ കയറിയെന്ന് കറങ്ങുന്നുണ്ടോട്ട് എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല. കയറി കരയോ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ചേട്ടായി അത് പിന്നെ ആ ടയറൊക്കെ കയറി ആടുന്നുണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് മാറി നിന്നിട്ട് വിളിച്ചിട്ടൊന്നും പുള്ളി വരുന്നില്ല. അവിടെ തന്നെ നിൽക്കുക അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ അത് നോക്കിയപ്പോൾ ചേട്ടായി അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വേറൊരു റൈഡ് കണ്ടപ്പം അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അതിൽ കയറി. അപ്പോൾ വില്ല് കൊച്ചുണ്ടായിരുന്നു. അത് ചാടുന്ന കണ്ടുകൊണ്ട് അവനോട് ചാടാൻ പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും ചാടുന്നില്ലേ, ചാടാതെ അതിൽ തന്നെ ഇരിക്കുക. ചാടാൻ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പുള്ളി എന്ത് ചെയ്ത് ചാടുന്നില്ല. അത് കുറച്ച് നേരം അതിൽ ഇരുന്നു. ഒരു പ്രാവശ്യമൊക്കെ 2 പ്രാവശ്യമൊക്കെ ചാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ വീഴുമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു അവിടെ നിന്ന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ഓരോ ഏരിയകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോകുന്നു. നല്ല പച്ചപ്പായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. നല്ല കൂളിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നടക്കുമ്പോൾ ചൂട് ഭയങ്കരമാണല്ലോ. ചൂട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ വന്ന് ഞാൻ നോക്കുമ്പോൾ ചേട്ടായി ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പം എന്താ പറയുക, ഇവിടെ വന്നിരിക്കുന്നേനാ. ആ എന്നിട്ട് എങ്ങനെയുണ്ട് കാറ്റ് കൊണ്ടിട്ട്? അതെയോ. ഇത് എവിടെയാ സ്ഥലം? പൊന്മുടി. എന്നിവിടത്തെ എന്തൊക്കെ റൈഡുകളൊക്കെ ഉണ്ട്? ഇവിടെ നമുക്ക് ഇപ്പം ഏറ്റവും ന്യൂ റൈഡ് എന്ന് പറയാനായിട്ട് ക്യാമൽ റൈഡ്. അതിപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഫസ്റ്റ് ടൈം എന്ന് പറയാൻ പറ്റില്ല, സെക്കൻഡ് ടൈമാണ്. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് വന്നേക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇതിന് മുമ്പ് ഫസ്റ്റ് ടൈം വന്നത് രാമക്കൽമേടല്ലേ? ആദ്യം വന്നത് രാമക്കൽമേടായിരുന്നു. അവിടെ 250 രൂപ കണ്ടായിരുന്നു ഒരു 1 അവറാണോ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി വരുന്നതിന് 250 രൂപ അങ്ങനെ ചാർജ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എത്ര രൂപയാവോ? ഇവിടെ ഇപ്പം കറക്റ്റ് റേറ്റ് ഞാൻ കയറിയില്ല, ഞാനിപ്പോൾ കണ്ടതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. കയറണം എന്ന് ആലോചിച്ചിരിക്കും. ഹോഴ്സ് റൈഡ് ഉണ്ടല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോഴ്സ് റൈഡ് ഉണ്ട്, പിന്നെ ബോട്ടിങ്. പക്ഷേ ജീപ്പ് സഫാരി ഉണ്ട്. നമുക്കിവിടെ സൈറ്റ് സീനൊക്കെ കുറേ കാണാനായിട്ടുണ്ട്. നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. നാടുകാണി വ്യൂ പോയിൻ്റ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കി കാണാം. അതേ കാണുന്ന മരണം. ഓക്കെ. വേറെ എന്താണ് ഇവിടുത്തെ നമ്മുടെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് ഒരു ദിവസം ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന ഒരാൾക്കാണെങ്കിലും ഒരു ദിവസം കൊണ്ട് ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോകാനുള്ള ഇത്രയും തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്ലേസാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും നഷ്ടം വരത്തില്ല. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആഘോഷിക്കാനുള്ള 1 ഡേ ഒരു ദിവസം എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഓക്കെ.
അങ്ങനെ നമ്മളവിടെ നിന്നപ്പോൾ ആ പിള്ളേർ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു ഫോട്ടോ എടുക്കണം, ഫോട്ടോ എടുക്കണം. ഒന്നും ചെയ്യത്തില്ലടാ. അപ്പോൾ നമ്മളവിടെ അവരുടെ ക്യാമലിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്ക് റിച്ച് ഭയങ്കര കരച്ചില്ല. അവൻ പേടിയാണ്, ഭയങ്കര പേടിയാണ്, പേടിച്ചിട്ട് ഭയങ്കരമായിട്ട് കരയുക. അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ കൊച്ചെടുക്കാന്ന് പറഞ്ഞു എന്ത് ചെയ്ത് സമ്മതിക്കില്ല. ലാസ്റ്റ് പേടിച്ച് കരയുക, അതെന്തോ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. പക്ഷെ അവൻ ലാസ്റ്റ് ഞാൻ അടുത്തപ്പോഴേ പിന്നെ അവൻ്റെ കരച്ചിൽ നിന്നത് കേട്ടോ. 150 മീറ്ററാ? ഇത് എവിടെയാണ് ഇത് കൊണ്ടുവന്നതിന്? രാജസ്ഥാൻ. അപ്പോൾ ഇതിനെന്നെ നിങ്ങൾ ഫുഡൊക്കെ കൊടുക്കുന്നത്? ഇപ്പം എവിടെ ഇന്നലെ താമസിക്കുന്നത്? പൊന്മുടി തന്നെയാ? കൊച്ചിൻ്റെ വീട് എവിടാ? തിരുവനന്തപുരം. പേര്? രഞ്ജിത്ത്. സുൽത്താൻ. അപ്പോൾ അതേ നമ്മുടെ സുൽത്താൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം, ഒരു വീഡിയോ എടുക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ അതേ നമ്മൾ ഇന്ന് സുൽത്താൻ എന്നാട്ടോ നമ്മുടെ ഒട്ടകത്തിൻ്റെ പേര്. രാജസ്ഥാനിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് ഫുഡ് തവിടും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞവർ താമസിക്കുന്നത് പൊന്മുടിയിലാണ്. അതുപോലെ തന്നെ ഒരു 150 മീറ്റർ ഇങ്ങനെ റൈഡ് ചെയ്യുന്നതിന് ഒരാൾക്ക് 200 രൂപയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മളവിടെ നിന്നപ്പോൾ ഇതേ ഒരു എന്താ പറയുക, ഒരു ഏർമാടമുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ആ ഏരിയയിലുള്ള വ്യൂ മുഴുവനും നമുക്ക് കാണാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയയാണ്. കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും, നല്ല കൂളിംഗ് ഉള്ള ഏരിയയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഹോഴ്സ് റൈഡ് അല്ലേ പോകുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും നമ്മളെടുത്തു. അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ നാടുകാണിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം എല്ലാം നമുക്ക് കാണാം. അവിടെ നിന്ന് പാലത്തിലേക്ക് പാലത്തിലൂടെ പോകുന്ന വണ്ടികളും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് കയറി നിന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ഹൈറ്റിൽ ഉണ്ടാക്കിയേക്കുവാണ്. അപ്പം അവിടെ കയറി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്, ഫോട്ടോ എടുക്കുകയും അവിടെ നിന്നുള്ള വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം കുറച്ച് നേരം അവിടെ നമ്മൾ പോയി റെസ്റ്റ് ചെയ്തു. റിച്ചുവിൻ നോക്കി എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ വന്ന് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ വീണ്ടും അവിടെ ഒന്ന് ആടി. റിച്ച് നോക്കിക്കോ, അവനത് കയറണമെന്നുണ്ട്. പക്ഷേ കുറച്ച് നേരം കയറി കഴിയുമ്പോഴത്തേക്ക് അവന് തന്നെ ഇങ്ങനെ ഇരിക്കാൻ ആട്ടി വിടുമ്പോൾ ചാടുവാണ് പേടിച്ചിട്ട്, മനസ്സിൻ്റെ പേടിയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പാർക്കിൽ നിന്നൊക്കെ നമ്മൾ എല്ലാ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇറങ്ങി ഒന്നും കൂടെ വന്നതുണ്ടോ പൊന്മുടി ഡാമിൻ്റെ വ്യൂവും ഫോട്ടോസും ഒന്നും കൂടെ എടുക്കുകയാണ് കേട്ടോ. നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയില്ല. പാലത്തിൽ കൂടെ വണ്ടികൾ വരുന്നതാണ്, നല്ല രസമുണ്ട്. വെള്ളവും കിടക്കുന്നതാണ്, നല്ല പച്ച കളറിലുള്ള വെള്ളം കിടക്കുന്ന നല്ല ഭംഗിയുണ്ട്. അപ്പം മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ ഡാം നിറഞ്ഞു വരും. ഇപ്പം ഒരുപാട് താഴ്ന്നാണ് വെള്ളം കിടക്കുന്നത്, കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ പാലത്തിൽ കൂടെ ഉള്ള വണ്ടികളൊക്കെ പോകുന്നതാണ്, നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് നല്ല ഒരു എക്സ്പീരിയൻസ്. നമ്മളതിന് ശേഷം ഒരു റിച്ചിന് ഐസ്ക്രീം ആണെന്നുണ്ട്, ഒരു ഐസ്ക്രീമൊക്കെ ഞങ്ങളെ മേടിച്ച് കഴിക്കുവാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ ബോട്ടിങ് താഴെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ബോട്ടിങ് നടക്കുന്ന ഒരു ഏരിയയിലേക്കും കൂടെ ഇറങ്ങി പോകാൻ കേട്ടോ. കുറച്ച് ആ റൂട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് ഇറങ്ങി പോകണം ബോട്ടിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ മേളിൽ അതിനുള്ള ചീട്ടും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകണം. നമ്മൾ ബോട്ടിങ് ചെയ്യുന്നില്ല, ബോട്ട് നമ്മളൊന്ന് കാണാൻ വേണ്ടിയിട്ട്, ബോട്ട് പോകുന്നതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് ഇറങ്ങി പോകുന്നത്. കുറേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നടന്ന് താഴോട്ട് ഇറങ്ങി പോകണം, കുറച്ച് ദൂരമുണ്ട്. ആ റിച്ചുകൂട്ടനും ചേട്ടായി മേളിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് താഴോട്ട് ഇറങ്ങി പോയത് കേട്ടോ. അത് കുറച്ച് ദൂരം താഴോട്ട് ഇറങ്ങി പോകണം. അപ്പോൾ അവനെ കൊണ്ട് ഇറങ്ങി നടന്ന് കയറി വരാൻ പാടായതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങിപ്പോയി. താഴെ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ അവിടെ ബോട്ടിങ്ങിന് പോകാൻ ഉള്ളവരും പിന്നെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു താഴെ. പിന്നെ കുറച്ച് സമയം ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്കും അവിടെ ബോട്ട് കയറി പോകാനായിട്ട് ഇതുണ്ടോ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. അവിടെ ഡാമിൻ്റെ താഴ്വശത്ത് നിന്ന് എടുക്കുന്ന വ്യൂ കൊണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാൻ. മേളിലോട്ട് താഴെ നിന്ന് എടുക്കുമ്പം വണ്ടികളൊക്കെ പോകുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അങ്ങനെ നിന്നപ്പോഴത്തേക്കും കുറച്ച് പേര് ബോട്ടിങ്ങിന് പോകാനായിട്ട് അവർ ബോട്ടിൽ കയറി. അങ്ങനെ ബോട്ട് പോകുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി. നമ്മൾ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അത്ര
കുറച്ചും കൂടെ താഴത്തോട്ട് നമ്മൾ പോകുന്നത്. അപ്പം വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ മേളിലോട്ട് കയറി വരും. ഇതിപ്പോൾ കുറേ താഴത്തേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും പോകുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ കുറേ ഏറെ പോകുന്നുണ്ട്. ബോട്ടിങ്ങും ചാർജ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചില്ലായിരുന്നു കേട്ടോ. ബോട്ടിംഗ് ചാർജ് ചോദിക്കാൻ നമ്മൾ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് സൺഡേ ആയിട്ടുള്ള നല്ല ഒരു ഇതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇത് തുടങ്ങിയ സമയത്ത് ഹോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ബോട്ടിംഗ് സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതുപോലെ തന്നെ ജീപ്പ് സവാരിയായി, ഹോഴ്സ് റൈഡായി, അതുപോലെ തന്നെ ക്യാമലിന് ഒട്ടും പ്രതീക്ഷിച്ച് നമ്മൾ പോയതല്ല. അപ്പോൾ നമ്മുടെ ഓർക്കപ്പുറത്ത് നമുക്കൊരു സർപ്രൈസായിട്ട് കിട്ടിയതാണ്. ക്യാമൽ റൈഡിനെയൊക്കെ അവരെ പരിചയപ്പെടാനും അതുപോലെ തന്നെ അവരുടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഇന്നത്തെ യാത്ര വളരെ മനോഹരമായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ടുള്ള യാത്രയായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒരു ദിവസം വന്ന് ഇതെല്ലാം ഒന്ന് കാണാനൊക്കെ എല്ലാവരും നോക്കണം. അതുപോലെ തന്നെ പിള്ളേരെ ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അന്ന് വരാനും കാണാനൊക്കെ പറ്റിയ ഏരിയകളാണ് കേട്ടോ. ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.